സാറ് വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. വിചാരിക്കുന്നത് പോലൊന്നും അല്ലല്ലോ കാര്യങ്ങള്. എന്താ ഇവിടെ നടക്കുന്നത്? ചെല്ലും ചെലവും നൽകി ഒരുപാട് പേരെ ഇവിടെ പോറ്റാൻ വർഗീസ് പോത്തൻ തീരുമാനിച്ചതിന്റെ പിന്നില് ചില കാരണങ്ങളുണ്ട്. മനസ്സിന്റെ നിലതെറ്റിയ മകളെ ഒരു ഭ്രാന്താശുപത്രിയിലാക്കാതിരിക്കാൻ ഞാൻ സ്വന്തമായി സ്ഥാപനം തുടങ്ങി. എന്റെ മകളൊരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് പുറത്താരും അറിയാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇവിടത്തെ ജീവിതം കൊണ്ട് അവക്കിത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നേരാ. പക്ഷേ മനോഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആ കുഞ്ഞിനെ കുറിച്ച് തന്നെയാ ഇപ്പോഴും അവളെ ചിന്ത, അല്ലേ? ഇനി എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അവളെ. ഒരുപക്ഷെ അവിടുത്തെ ജീവിതം അവളെ മറ്റൊരാളാക്കി മാറ്റിയേക്കാം. കഴിഞ്ഞതൊക്കെ എന്റെ മകൾ മറക്കും എന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. ഇല്ല, ഒരിടത്തേക്ക് ഞാൻ വരില്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ വെക്കോ മോളെ. പപ്പ നിന്റെ നന്മയ്ക്കാ ഇതെല്ലാം ചെയ്യുന്നത്. എന്തിനാ നിന്റെ പപ്പയെ ശത്രുവായി കാണുന്നത്? ഞാനിപ്പോ സൂപ്രണ്ടിനോട് പറഞ്ഞതേ ഉള്ളൂ, ഒരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് നാളെ ആരും പറയാതിരിക്കാനാ നിനക്ക് വേണ്ടി മാത്രമായി സ്ഥാപനം തുടങ്ങിയതെന്ന്. ഒരൗദാര്യം. സ്വന്തം മകൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആളുകൾ അറിയുന്നത് പപ്പയ്ക്ക് നാണക്കേട്. പക്ഷേ മകളെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതാരാ? പപ്പയുടെ ഒറ്റ വാശി. ഞാൻ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ സ്നേഹിച്ചതുകൊണ്ടും അയാളുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു ആയപ്പോ പപ്പയ്ക്കത് സഹിച്ചില്ല. അങ്ങനെ തന്നെ കരുതിക്കോ. ഏതൊരു രക്ഷിതാവും അങ്ങനെ ചെയ്യൂ. സമൂഹത്തിൽ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു ഫാമിലിയാ പോത്തൻസ് ഫാമിലി. എന്റെ മകൾ അന്യമതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും അന്നും ഇന്നും എനിക്ക് കഴിയില്ല. വിവാഹം അക്കാര്യം വിട്ടേക്ക്. എന്തിനെന്റെ കുഞ്ഞിനെ ഇനി മാറ്റി? കൊള്ളാം. വിവാഹം കഴിക്കാത്ത മകള് ഒരു കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്ന് കയറുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഞാൻ മാറ്റിയത്. എന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അന്നേ ആ കുഞ്ഞിനെ ഏതെങ്കിലും പള്ളിക്കുരിശിന്റെ മുന്നിലോ അനാഥാലയത്തിന്റെ പടിക്കലോ ഉപേക്ഷിച്ചനെ. ഞാനത് ചെയ്തില്ല. അതിനെ സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിച്ചു, എല്ലാം നൽകി വളർത്തി. എന്നെങ്കിലും നീ അതിനെ മറക്കുമെന്നും മറ്റൊരു ജീവിതത്തിലേക്ക് എന്റെ ഇഷ്ടപ്രകാരം വരുമെന്നുള്ള പ്രതീക്ഷയോടെ. ഞാൻ പ്രസവിച്ച എന്റെ മകളെ ഞാൻ മറക്കുമെന്നല്ലേ? കാട്ടിലെ മൃഗങ്ങൾക്ക് പോലും അതിന് പറ്റില്ല പപ്പ. വർഷങ്ങളായി പപ്പന്റെ മകളെ കൊണ്ടുപോയിട്ട്. ഇനി 60 വർഷം കഴിഞ്ഞാലും എന്റെ മനസ്സ് മാറുമെന്നും പപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ജീവിതത്തിലേക്ക് ഞാൻ വരുമെന്നും പപ്പ പ്രതീക്ഷിക്കണ്ട. പപ്പ പറഞ്ഞല്ലോ എന്റെ മകളെ സുരക്ഷിതമായി വളർത്തുവാണെന്ന്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എവിടെയുണ്ട് എന്റെ മകള്? ഉത്തരവില്ലല്ലോ പപ്പയ്ക്ക്. ഉണ്ടാവില്ല. നിരന്തരമായ പീഡനം സഹിക്കാനാവാതെ എന്റെ മോൾ അവിടെ
രക്ഷപ്പെട്ടു. പപ്പ പപ്പ വലിയ ദൈവവിശ്വാസിയാണല്ലോ. ഒരു ദൈവവിശ്വാസിയും ചെയ്യുന്ന കാര്യമല്ല പപ്പ ഈ ചെയ്തത്. പപ്പയ്ക്ക് അറിയോ, പപ്പയോട് കാണിക്കാത്ത കാരുണ്യം ദൈവം എന്നോട് കാണിച്ചു. അവളെ, എന്റെ മോളെ ഒന്ന് കാണാനെങ്കിലും ദൈവം എനിക്ക് അവസരം തന്നു. എന്റെ മോൾ ഇന്ന് സുരക്ഷിതമായ കൈകളിലാ. ഇവിടുത്തെ സബ് കളക്ടറുടെ സംരക്ഷണയിൽ എന്റെ മോള്. ദൈവമായിട്ടാ അവളിവിടെ ഈ സാധനത്തിൽ എത്തിച്ചത്. ഞാൻ അവളെ കണ്ണു നിറയെ കാണുകയും ചെയ്തു. ഞാൻ സ്വന്തമാക്കും എന്റെ മോളെ. പപ്പയ്ക്ക് എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർത്തോ. മോളെ, ഹലോ. നമസ്കാരം മാഡം. എന്റെ പേര് വർഗീസ് പോത്തൻ. ഒരു പ്രവാസിയാ. എന്താ കാര്യം? അത്യാവശ്യമായിട്ട് മാഡത്തിനെ ഒന്ന് കാണണം. അങ്ങനെ ഫോൺ വിളിച്ച് പെട്ടെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാ നടക്കുന്നേ? ഒരുപാട് ഡ്യൂട്ടി പെൻഡിംഗ് ഉണ്ട് ഇപ്പോ. താങ്കൾ കളക്ടറേറ്റിൽ വന്ന് സെക്ഷനിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുക്ക്. അത് തീർത്തും ഒരു അൺഒഫീഷ്യൽ മാറ്ററാണ് മാഡം. അതായത് മാഡത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു കുട്ടിയില്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു സീരിയസ് മാറ്റർ. മാഡം പറയുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വന്നോളാം, ബുദ്ധിമുട്ടിക്കില്ല. പ്ലീസ് മാഡം, അർജന്റാണ്. ചെയ്തത് മണ്ടത്തരമായി പോയി. ആ സബ് കളക്ടറിന്റെ സംരക്ഷണയിൽ കുട്ടിയുണ്ടെന്ന് പറയരുതായിരുന്നു. അതിലെന്തെത്ര തെറ്റ്? ഒരു തെറ്റുമില്ല. പപ്പ ഒത്തിരി നാളായി മാഡത്തെ ആ കുഞ്ഞിനെയും ഒരിക്കലും തമ്മിൽ കാണാതിരിക്കാൻ ഓരോന്ന് ചെയ്യുന്നു. പപ്പ കുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ച സ്ഥലത്തു നിന്നും കുഞ്ഞാറ്റ രക്ഷപ്പെട്ട് ആ സബ് കളക്ടർ മാഡത്തിന്റെ അടുത്ത് എത്തിയ വിവരം അറിഞ്ഞ നിമിഷം മുതല് കുഞ്ഞാറ്റ എന്ന മാമാട്ടിക്ക് അപകടം. ഏതെങ്കിലും വിധത്തിലൊരു അപകടം മാഡത്തിന്റെ പപ്പ ഉണ്ടാക്കും, ഉറപ്പാ എനിക്ക്. ഒന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഞാനത് കാര്യമായിട്ട് എടുക്കുകയില്ല. ആ സബ് കളക്ടർ എന്ത് വന്നാലും കുഞ്ഞറ്റി വിട്ടുകൊടുക്കൂല. അവരെന്റെ മോളെ കൂടെ തന്നെ കൊണ്ടു നടക്കുക, മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തില്. അവര് പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഞാൻ. അവരെന്റെ മോള് പിരിയാൻ പറ്റാത്ത വിധത്തിൽ സ്നേഹിച്ചു പോയിന്ന്. കുഞ്ഞാറ്റയ്ക്കും അങ്ങനെ തന്നെയാ. ആ മേഡത്തെ സ്വന്തം അമ്മയായി കണ്ടിരിക്കുക. അതിനവളെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അവളെന്റെ മുലപ്പാല് കുടിച്ചിട്ടില്ല, എന്റെ വാത്സല്യം അനുഭവിച്ചിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് ഒരു ചോരക്കുഞ്ഞിനല്ലേ എന്റെ പപ്പ എടുത്തുകൊണ്ട് പോയത്. ആ കുഞ്ഞ് വളർന്നതൊക്കെ പപ്പ ഏൽപ്പിച്ച ഏതൊരു സ്ത്രീക്കൊപ്പം. അവരാണെങ്കിൽ മോളെ മോളായി കണ്ടില്ല. അതുകൊണ്ടാണല്ലോ അവരുടെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയത്. ആകെ എനിക്ക് അവളെക്കുറിച്ചുള്ള ഒരു ആശ്വാസം നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീ എന്റെ മകളുടെ ഓരോരോ സമയത്തെ ഫോട്ടോകളെടുത്ത് പപ്പയെ ഏൽപ്പിച്ചിരുന്നതാണ്. ആ ചിത്രങ്ങളിലൂടെ മാത്രമായിരുന്നു ഞാൻ എന്റെ മോളെ കണ്ടിരുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടികളെ കണ്ട ആ ഫോട്ടോയിൽ കാണുന്ന എന്റെ മോളുടെ സാദൃശ്യമുണ്ടോന്ന് ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ അവസാനം എന്റെ മോള് ആ സബ് കളക്ടർക്കൊപ്പം ഇവിടെ എത്തി, എന്റെ കൺമുമ്പില്. ഇനി ആ ദൈവം തന്നെ എനിക്കെന്റെ മോളെ തിരിച്ചു തരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഒരിക്കലും എന്റെ പപ്പ കരുതും പോലെ ഞാൻ എന്റെ മോളെ മറക്കില്ല. പപ്പ കരുതും പോലെ ഓസ്ട്രേലിയയിലേക്ക് പോവുകയില്ല.
എനിക്കൊറ്റ മനസ്സേ ഉള്ളൂ. അത് ഞാനും എൻ്റെ കുഞ്ഞാറ്റയും ഒരുമിച്ച് ജീവിക്കുന്ന ആ നിമിഷം. അത് നടക്കും, നടത്തിക്കും ഞാൻ. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ വർഗീസ് പോത്തൻ. ഞാനൊരു NRA ആണ്, ഓസ്ട്രേലിയയിലാണ്. മാഡത്തിനോടൊന്ന് നന്ദി പറയാനും കൂടെ വേണ്ടിയാ കാണണമെന്ന് പറഞ്ഞത്. മാഡം പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത സാന്ത്വനം എന്റെ ഉടമസ്ഥതയിലുള്ളതാ. മോളുടെ പേരെന്താ? മാമാട്ടി. അങ്കിളിനെ അറിയോ? ഇല്ല. ഈ കുട്ടിയാണ് സാന്ത്വനത്തിലുള്ള എന്റെ മകൾ അനു. അവളുടെ മകളാണെന്നൊക്കെ പറഞ്ഞത് അല്ലേ? മാഡത്തിന്റെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നതിൽ ക്ഷമിക്കണം. അനസൂയ എന്ന അനു എന്റെ മകളാണ്. കുട്ടിക്കാലം മുതല് അടുപ്പക്കാര് അനു വർഗീസ് പോത്തൻ എന്ന എന്റെ മകളെ അനസൂയ എന്നാണ് വിളിക്കാറ്. അനു വളർന്നതും പഠിച്ചതുമൊക്കെ ഓസ്ട്രേലിയയിലും ബാംഗ്ലൂരിലും ഒക്കെയാ. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ബിസിനസ്സും അല്പസ്വല്പ ദൈവവിശ്വാസവും ഒക്കെ കൊണ്ടു നടന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മകളെ വേണ്ടത്ര ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. അത് വലിയൊരു ട്രാജഡിയിൽ അവസാനിച്ചത്. മാനസിക നില തകർന്ന മകളെ മറ്റുള്ളവരറിയാതെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാ ഞാൻ സാന്ത്വനം തന്നെ തുടങ്ങിയത്. പക്ഷേ അവള് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്നിട്ടില്ല. മാഡത്തിന്റെ ഈ കുട്ടിയെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. ഒരപകടത്തെ തുടർന്ന് മാഡത്തിന്റെ സംരക്ഷണയിലെത്തിയതാണെന്നൊക്കെ. സാധാരണ ആരും ചെയ്യാത്ത വലിയൊരു നന്മയാണ് മാഡം ചെയ്തത്. മോള് മിടിക്കുക. ആരും അന്വേഷിച്ചു വരാത്ത സ്ഥിതിക്ക് മാഡത്തിന്റെ മകളായി തന്നെ വളർത്ത്. എന്റെ മകളുടെ ഓരോ സമയത്തെ മൂഡ് ഓരോ വിധമാണ്. ഒരു പിതാവ് മകളെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. എന്റെ മകള് ഒരു ഡേഞ്ചറസ് മെന്റൽ പേഷ്യന്റ്. അവളെ ഈ കുട്ടിക്ക് വേണ്ടി മാഡത്തെ നിരന്തരം സമീപിച്ചേക്കാം. അവൾ പറയുന്നത് വിശ്വസിക്കരുത്, കുട്ടിയെ വിട്ടുകൊടുക്കരുത്. പോയി വരട്ടെ.
എൻ്റെ മകള് ഒരു ഡേഞ്ചറസ് മെന്റൽ പേഷ്യൻ്റാണ്. അവളെ ഈ കുട്ടിക്ക് വേണ്ടി മാഡത്തെ നിരന്തരം സമീപിച്ചേക്കാം. അവൾ പറയുന്നത് വിശ്വസിക്കരുത്, കുട്ടിയെ വിട്ടുകൊടുക്കരുത്. എന്താ അമ്മേ, എന്തിനാ അമ്മ വിഷമിക്കുന്നേ? ഒന്നുമില്ല മോളെ. സഞ്ജയ്, ആ ഇന്ന് ലോകം അവസാനിക്കുമല്ലോ. ഫസ്റ്റ് റിങ്ങിന് എന്നെ താൻ ചാടി ഫോൺ എടുത്തല്ലോ. എന്തു പറ്റി? ഞാൻ സഞ്ജയ് വിളിക്കാൻ തുടങ്ങുമ്പോഴാ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് സഞ്ജയ് ഒന്ന് കാണണം. അല്ല, അപ്പൊ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അതിലും വലിയൊരു കാര്യമുണ്ട്, പെട്ടെന്ന് കാണണം. എന്നെ വർഗീസ് പോത്തൻ എന്നൊരാൾ വിളിച്ചിരുന്നു. സഞ്ജയ് ഒരു കാര്യവും അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ഒരുപാട് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. സഞ്ജയോടല്ലാതെ ഞാൻ ആരോടാ പറയാ? താൻ പറഞ്ഞോ, ഈ ഉള്ളവനെല്ലാം കേൾക്കാം. കേൾക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒരുപാട് പേര് എനിക്ക് കിട്ടും. എന്റെ ആവശ്യം അതല്ല. എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകണം. ഉണ്ടാക്കാം. അതിനുവേണ്ടിയല്ലേ എന്റെ ഭാര്യ വിളിച്ചപ്പോ ഹോസ്പിറ്റലിനെയും പേഷ്യൻസിനെയൊക്കെ ഉപേക്ഷിച്ച് ഞാനിങ്ങ് ഓടിപ്പോന്നത്. ആ സ്ത്രീയുടെ പപ്പയാണെന്നും പറഞ്ഞ അയാള് വന്നത്. മാമാട്ടിയെ തിരക്കി ഇനിയും ആ സ്ത്രീ വരുമെന്നും അയാൾ പറഞ്ഞു. ഒരു കാരണവശാലും മാമാട്ടിയെ വിട്ടുകൊടുക്കരുതെന്നും പറഞ്ഞു. എന്തോ അയാളുടെ വാക്കുകളിൽ ഒരു പൊരുത്തക്കേട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താ ഫീൽ ചെയ്ത്? ആ സ്ത്രീയുടെ മകള് തന്നെയാണോ മാമാട്ടി എന്ന് തോന്നിപ്പോകും വിധ അയാളുടെ സംസാരം എനിക്ക് തോന്നിയത്. അങ്ങനെ വിശ്വസിക്കാൻ തനിക്ക് താല്പര്യമുണ്ടോ? ഒരിക്കലുമില്ല. മാമാട്ടി അവരുടെയെന്നല്ല, ലോകത്ത് മറ്റാരുടെയും അല്ല എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. എന്നാ അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിച്ച് പ്രവർത്തിച്ചാ പോരെ. വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ ഉണ്ട് സഞ്ജയ്. മാമാട്ടി ഞാൻ പ്രസവിച്ചൊന്നുമല്ലല്ലോ, നമുക്ക് ദയവായിട്ട് കൊണ്ടുതന്നല്ലേ. അവളുടെ അച്ഛൻ, അമ്മ, ചിലപ്പോൾ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. അവരന്വേഷിച്ചു വന്നാ മാമാട്ടി വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനതിന് മാനസികമായി തയ്യാറെടുത്തോണ്ടിരിക്കുക. പക്ഷേ ഇപ്പൊ മാമാട്ടിയെ തേടി വന്ന സ്ത്രീ, മാനസിക നില തകർന്ന നിലയിൽ വന്ന സ്ത്രീ, അവരാണോ മാമാട്ടിയുടെ അമ്മയെന്ന് സംശയം വന്ന സ്ഥിതിക്ക് ഒന്നും സംഭവിക്കാനില്ല. നമ്മുടെ മാമാട്ടിയെ തൽക്കാലം ഒരാൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. അവളുടെ അമ്മ, അച്ഛൻ, ബന്ധുക്കൾ അവരാര് തന്നെ ആയാലും വ്യക്തമായ എവിഡൻസ് ഹാജരാക്കാതെ നമ്മൾ കൊടുത്തുവിടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു എവിഡൻസുമായി ആരെങ്കിലും ഇനി വരുമെന്ന്. എല്ലാം തന്റെ ഓരോ തോന്നലുകളാ. എനിക്കിപ്പോഴാ സമാധാനമായത്. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാ സഞ്ജയ് ഇപ്പൊ പറഞ്ഞത്. ഡോക്ടർ, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ അത് ശരി, കൺഗ്രാറ്റ്സ്. ഒരെണ്ണം കഴിക്കും ഡോക്ടർ. എനിക്ക് വേണ്ട ഡോക്ടർ, ഞാൻ കഴിക്കാൻ പറ്റിയ മൂഡിലല്ല. എന്തു പറ്റി? ഒന്നും പറയണ്ട. ഒന്നൊഴിയുമ്പോ ഒന്ന്, എന്നും പ്രശ്നങ്ങളാ. ഞങ്ങളുടെ വെഡിങ്ങിന് മുമ്പ് തുടങ്ങിയതാ. ഒരു മനസ്സമാധാനമില്ല. ഇപ്പോ സാന്ദ്ര ആകെ ഭയന്നിരിക്കുക. മാമാട്ടിയെ തേടി ഒരു മെന്റൽ പേഷ്യന്റായ സ്ത്രീ വരുമെന്നൊക്കെയാണ് ഭയം. ആ സ്ത്രീയാണെങ്കിൽ കുട്ടിയെ കാണുകയും അവരുടെ മകളാണെന്ന അവകാശവാദമൊക്കെ ഉന്നയിക്കുകയും ചെയ്തതാ. പിന്നെ അവരത് മാറ്റി പറഞ്ഞു. ഇപ്പോ ആ സ്ത്രീയുടെ ഫാദർ ഇന്ന് സാന്ദ്രയെ കണ്ട് ആ സ്ത്രീ മാമാട്ടിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് വന്നേക്കുമെന്നും സൂക്ഷിക്കണമെന്നും ഒക്കെ പറഞ്ഞിരിക്കുക. സത്യം എന്താണെന്ന് സാന്ദ്രയ്ക്ക് പിടികിട്ടുന്നില്ല. സാന്ദ്ര വലിയ ഭീതിയില്ല. അതിന് നമ്മൾ ടെൻഷൻ അടിച്ച് ആരോഗ്യം കളയേണ്ട ആവശ്യം എന്താ? അവര് വരട്ടെ. വന്നാൽ അവരുടെ കുട്ടിയാണെന്ന് വ്യക്തമായി പ്രൂവ് ചെയ്യേണ്ടി വരുമല്ലോ. അതിനവർക്ക് സാധിക്കുമെന്ന് നോക്കാം. അഥവാ അതിനവർ തയ്യാറാവുകയും അത് സത്യമാണെന്ന് ബോധ്യമാവുകയും ചെയ്താൽ
ബോധ്യമായ നിയമപ്രകാരം കുട്ടിയെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. നോ, അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് എന്റെ ഭാര്യയെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. എനിക്ക് പോലും മാമാട്ടിയെ പിരിയാൻ കഴിയില്ല. അപ്പോ സാന്ദ്രയുടെ അവസ്ഥ എന്താണെന്ന് ഡോക്ടർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഡോക്ടറല്ലേ പറഞ്ഞത് ആ സ്ത്രീയുടെ പിതാവ് ആ സ്ത്രീ മകളാന്ന് പറഞ്ഞു വന്ന വിട്ടുകൊടുത്തേക്കരുതെന്ന് പറഞ്ഞ വിവരം? പിന്നെന്താ പേടിക്കാനുള്ളത്? ഈ നാട്ടിലെ നിയമവും നീതിയൊക്കെ ഉള്ളതല്ലേ? ആ സ്ത്രീ പറഞ്ഞത് നേരാണെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെ വിട്ടുകൊടുക്കേണ്ടി വരില്ലേ? എന്തായാലും ഇപ്പൊ ഡോക്ടർ സമാധാനപ്പെട്. നമുക്ക് വൈകിട്ട് കാണാം. ചേട്ടനോട് ചോദിച്ച് നിയമവശം നോക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. സാന്ദ്രയും കൂടെ കൂട്ടിക്കോളൂ. എന്തായാലും സാന്ദ്രയ്ക്ക് ഓവർ ടെൻഷൻ കൊടുക്കണ്ട. അക്കാര്യത്തിൽ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കണം.